സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ബജറ്റിന് മുൻപ് പ്രഖ്യാപിക്കാൻ സർക്കാർ. മാർച്ചിൽ പുതിയ ശമ്പളം നൽകുന്ന തരത്തിലാണ് നടപടികൾ. മറുവശത്ത് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ രാപ്പകൽ സമരത്തിനൊരുങ്ങുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ബജറ്റിന് മുമ്പേ തന്നെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. മാർച്ചിൽ പുതിയ ശമ്പളം നൽകുന്ന തരത്തിൽ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യും. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്ക്. ക്ഷാമബത്ത കുടിശ്ശിക അടയ്ക്കുന്നതിലും സർക്കാരിൽ നിന്ന് അനുകൂലമായ നിലപാട് വന്നേക്കാം. കുടിശ്ശിക എത്ര കാലയളവിലേക്കാണ് വിതരണം ചെയ്യുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. ഈ തുക പ്രൊവിഡന്റ് ഫണ്ടുമായി ലയിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിക്ക് പകരം ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. പുതിയ പെൻഷൻ പദ്ധതിയുടെ ചട്ടക്കൂടും വിജ്ഞാപനവും ഉടൻ പുറപ്പെടുവിക്കും. ഒരു നിശ്ചിത പെൻഷൻ ഉറപ്പാക്കുന്ന ഈ പദ്ധതി പ്രകാരം സർക്കാരിന്റെ സംഭാവനയും വർദ്ധിക്കും. സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം 93,000 കോടി രൂപയാണ്. നിലവിൽ 70,000 കോടി രൂപ ശമ്പളത്തിനും പെൻഷനുമായി ചിലവഴിക്കുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതോടെ മുഴുവൻ നികുതി വരുമാനവും ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചിലവഴിക്കേണ്ടി വന്നേക്കും. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, അംഗീകൃത DAയ്ക്ക് മുൻകാല പ്രാബല്യം നൽകുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPMുമായി ബന്ധപ്പെട്ട സർവീസ് സംഘടനകളൊക്കെ ജനുവരി 12, 13 തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുതന്നെയായാലും ശമ്പള പരിഷ്കരണം ബഡ്ജറ്റിന് മുന്നേ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.